ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻ കെ ഗെയിമർ എം സി. ഞാൻ പറഞ്ഞ പോലെ മറ്റേ ഇത് എടുത്ത് കളഞ്ഞു, അല്ലാണ്ട് നടക്കൂല. അതുകൊണ്ട് അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ട് അപ്പം നമ്മളിന്ന് പുതിയ ഇതാക്കാൻ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഞാൻ ഇതൊന്നും പൊട്ടിക്കാൻ പോകുന്നില്ല. ഞാൻ അല്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച്. ഇതുകൊണ്ട് നമുക്കാകെ ഒന്ന് പൊട്ടിക്കുമ്പം ആകെ ഇത്രേ കിട്ടുന്നുള്ളൂ. അതിനത്രയും അല്ലെങ്കിൽ പിന്നെ ഇത് വേണം, മെൻഡിങ് ടൂളും വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലാണ്ട് എട്ടിൻ്റെ പണിയാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഡയമണ്ട് മാത്രം കണ്ടുപിടിച്ചിട്ട് ബാക്കി പണിയെല്ലാം ഹൈഡ്രേറ്റഡ് എന്നാ വെള്ളം കുടിക്കാം. ബാക്കി പണിയെല്ലാം ഞാൻ ഡയമണ്ട് കണ്ടുപിടിച്ചിട്ട് ലെവലപ്പ് ചെയ്തിട്ട് നമുക്കിതാവാം. അതാ ബെറ്റർ. അല്ലാണ്ട് സമയം വെറുതെ പോപ്പേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിരുന്നില്ല. ആ ഹോളോടെ പോയി എവിടെയോ ഉണ്ട്, അതിലേക്ക് ചാടാക്കണം. ഒരു ഹോൾ ഉണ്ടായിരുന്നില്ല, അതോടെ പോയി കാണാനല്ല. ഇതാണോ? അമ്മേ, ടോർച്ചില്ലാത്തോണ്ടൊന്നും കണ്ടിക്കില്ല. എൻ്റെ ടോർച്ചൊക്കെ അവിടെ പോയി. ടോർച്ച് ഉണ്ടാക്കാം. ആ ടോർച്ച് ഉണ്ടാക്കിയിട്ട് ബാക്കി പണിയാൻ വയ്ക്കാം. യെസ്, ബെറ്ററൊക്കെ അല്ല. നമുക്കപ്പം ഇങ്ങോട്ടേക്ക് സ്ട്രിപ്പ് മൈനിങ് ചെയ്യാൻ തുടങ്ങാം. അതാ കുറച്ച് സുഖം. സ്ട്രിപ്പ് മൈനിങ് ഒന്ന് പൊന്തിച്ച് ചെയ്യാം. ചാൻസസ് വളരെ കൂടുതൽ. അല്ലെങ്കിൽ മറ്റേ ചീറ്റ് ഉപയോഗിച്ച് എക്സ്റേഷൻ ഉപയോഗിക്കണം. അപ്പം നമുക്ക് സ്ട്രിപ്പ് മൈനിങ് ചെയ്തിട്ട് ഡയമണ്ട് എല്ലാം കിട്ടിയിട്ട് ഇതാക്കാം. അല്ലാണ്ട് വീഡിയോ വളരെ വലിയ ലെങ്തായി പോകും. പിന്നെ എൻ്റെ ഈ കണക്കട എന്നുള്ള സംസാരം വെറുതെ പോകും. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോസ് മര്യാദയ്ക്ക് കാണലൊന്നുമില്ല, അത് വേറെ കാര്യങ്ങൾ. ആടിപ്പോൾ ഫുള്ളായിട്ട് കാണും മച്ചന്മാരെ, അല്ലാണ്ട് എന്ത് കാണല്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ലൈറ്റ് വരൂ. ഇവിടെ വെച്ചാൽ പോലെ. നമുക്കിത് സ്ട്രിപ്പ് മൈനിങ്, ഒരു വലിയ സ്ട്രിപ്പ് മൈനിങ് ചെയ്യാം. അതാകുമ്പോൾ മറ്റേത് സുഖം, ഇങ്ങനെ ഓരോന്ന് പൊട്ടിക്കാൻ. ഈ ടൂള് പൊട്ടുന്നവരെ ഇതാക്കാം. 4-5 ഓട്ടം ഇന്നലെ ഇത് കളിക്കാൻ നോക്കിയത്, അങ്ങനെ അത് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ചോട്ട കളിക്കാൻ വരാൻ നോക്കിയതായിരുന്നു, പക്ഷെ നടക്കുന്നില്ല. കാരണം അവൻ്റെ ഇതിൽ സപ്പോർട്ടാവുന്നില്ല ഈ സാധനം. അതുകൊണ്ട് അവനങ്ങനെ കളിക്കാനില്ലായിട്ട് പോയി. ഒരു സാധനമുണ്ട് നമുക്ക് ഡയമണ്ട് ഇഷ്ടംമാതിരി കിട്ടാൻ. അത് പക്ഷെ കുറച്ച് ചൊറയാണ്. മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ റെഡ് സ്റ്റോണിൻ്റെ ഒരു ആഡോണില്ലായിരുന്നു. ആ ആഡോൺ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ആ ആഡോണിൻ്റെ അകത്തൊരു ഇതുണ്ട്, മെഷീനുണ്ട്, നമുക്ക് ഓറൊക്കെ കൺവേർട്ട് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സാധനം വെച്ച് ചെയ്യാൻ പറ്റും. അത് വെച്ച് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു ഐഡിയ ഉണ്ട്, മറ്റേ മിഷൻസിന് ഇടേണ്ടി വരും. ഏത് നമുക്ക് അല്ലെങ്കിൽ ഇത് വേണ്ട. ഇപ്പം സ്ട്രിപ്പ് മൈനിങ് ചെയ്യണ്ട ഗായ്സ്. ഇപ്പം എന്തായാലും ഇതുവരെ പോട്ടെ, ഞാൻ ഇപ്പം ചെയ്തവരെ പോട്ടെ. ഇപ്പം സ്ട്രിപ്പ് മൈനിങ് അല്ല, നമുക്ക് അയണം ഉണ്ടാക്കണം. കുറേ അയൺ കണ്ടുപിടിച്ചിട്ട് അയണും ഇതും കുറച്ച് ബോട്ട് ഉണ്ടാക്കണം. പിന്നെ കത്തിയും കൊടുവാളും ഉണ്ടാക്കണം. അങ്ങനെ ചെയ്യണം. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, നമുക്കൊരു ബോട്ടുണ്ട്, മൈനിങ് ബോട്ട് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്തോ സംഭവം എന്ന് വെച്ചാൽ. മൈനിങ് ബോട്ട് എന്ന് വെച്ചാൽ അറിയാൻ പറ്റും, ഫുള്ള് നിങ്ങൾക്ക് ഇതേപോലെ ഡബിൾ സൈഡായിട്ട് അവർ പൊട്ടിച്ച് പോകും. അത് കുറച്ചെണ്ണത്തെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. പിന്നെ ഒരു സ്റ്റാക്കൊക്കെ ആക്കി കഴിഞ്ഞാൽ കട്ട എന്ന് പറഞ്ഞിട്ട് എല്ലാം പൊട്ടിച്ച്. പക്ഷെ അത്രയും ഇത് വേണം, കോള് വേണം. കോളാണ് അതിൽ പ്രശ്നം. നമുക്ക് കോളിന് എന്തായാലും അവന്മാർ പൊട്ടിച്ച് പോകുന്ന സമയത്ത് എന്തായാലും അത്യാവശ്യം റിസോഴ്സ് കിട്ടും നമുക്ക്. ആ റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ ക്യൂരിഫൈ വെച്ച് ചെയ്ത് എടുക്കണം. വേറെ ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീൻ്റെ പേരാൻ വിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എനിക്ക്.
എന്തോ പറയാം മിഷ്യന് എന്തുവായിരുന്നു ഓർമ്മയില്ല. എന്തോ പ്യൂരിഫൈയോ എന്തോ സാധന ഓർമ്മയില്ല. എന്തായാലും ഒരു ഡയമണ്ട് ഒരു കിട്ടിയിട്ടില്ല. അതാണ് സഹിച്ചൂടത്ത്. സാധാരണ ഒരു ഡയമണ്ടെങ്കിലും കിട്ടുന്നത്. ഇപ്പം ഇത്ര പൊട്ടിച്ചിട്ട് ഒരു ഡയമണ്ട് പോലും കിട്ടിയിട്ടില്ല. അത് തന്നെയായിരിക്കും എൻ്റെ ഒരു ഇതിൽ നല്ലത്. നമുക്കൊരു അല്ലെങ്കിൽ പിന്നെ അടുത്ത ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു കോറി മിഷൻ അങ്ങ് തുടങ്ങണം. അതും നല്ല സംഭവമാണ്. പക്ഷേ നല്ല സമയം പിടിക്കും, അത്ര എക്സ്പെൻസീവാണ് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ. കാരണം അതൊക്കെ ഭാവിയിലെ പണിയാണ്. എന്തായാലും ഇപ്പം ആവശ്യമില്ല. ഞാൻ ഇപ്പം എന്തായാലും അത് ഉണ്ടാക്കുന്നില്ല. ഇപ്പം ഉണ്ടാക്കിയ സമയം കിട്ടില്ല. കാരണം അതിന് അത്രയും റിസോഴ്സ് വേണം. എന്ന് വെച്ചാൽ നമ്മുടെ അയൺ വേണം. അതിനൊരു അയൺ ഫാം ഉണ്ടാക്കണം. അയൺ ഫാം ഉണ്ടാക്കാൻ അതിൻ്റെ റിസോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ടുള്ള എല്ലാ സംഭവം അങ്ങ് ഓക്കെ ആയിക്കില്ല. എന്തായാലും ഫസ്റ്റ് നമുക്കൊരു നോർമലായിട്ട് തുടങ്ങാം. ഏകദേശം ഡയമണ്ട് ഇതാവാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഒരു 50 മതിയാവും. ഇതെങ്കിൽ ഇതൊക്കെ കൊണ്ട് ലാഭം. ഇതൊക്കെ പൊട്ടിച്ചാൽ കിട്ടും. അതും പൊട്ടും. ഇതൊക്കെ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാം. നമുക്കെന്തായാലും തിരിച്ചു പോകും. അതൊരു ഞാൻ പറഞ്ഞ മറ്റേ പ്ലാൻ ചെയ്ത് നോക്കാം. കേറ്. നമുക്ക് ഇത്രയും ഡീപ്പ് വരേണ്ട ആവശ്യമില്ല. അപ്പം ഇതൊക്കെ എടുക്കാം. ഈ സാധനമൊക്കെ എടുക്കാം. എന്തോ റെഡ് സ്റ്റോണും സാധനമൊക്കെ എന്തായാലും എടുത്തിട്ട് പോകും. കാരണം അത് റെഡ് സ്റ്റോൺ കൊണ്ട് എന്തായാലും വർക്കാവുന്നത്. നമുക്ക് റെഡ് സ്റ്റോൺ കിട്ടി. എന്തായാലും നമുക്ക് എന്തായാലും ഇപ്പം ഇനി പോവാം. ഉള്ളിപ്പൊക്കെ എങ്ങനെ കയറുവാന്ന് ആലോചിക്കുന്നു. നമുക്ക് ഞങ്ങൾക്ക് ആലോചിക്കുന്നുണ്ട് ഈ സാധനം എല്ലാം ഇങ്ങനെ അങ്ങ് എടുത്തുകൊണ്ട് പോകണമെന്ന്. പക്ഷെ നടക്കുന്ന പരിപാടിയല്ലത്. കാരണം അത് അത്യാവശ്യം കുറച്ച് പണിയാണ്. എനിക്ക് അങ്ങോട്ട് പണി അത്രയ്ക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല. നമുക്കെന്തായാലും ഗോൾഡ് അല്ലേ ഇത്? ആടാ ഗോൾഡ്. അത് ഞാൻ കണ്ടിക്കില്ലായിരുന്നു ഗോൾഡ്. ഒറ്റൊരു ഗോൾഡ്. വാവ്. നമുക്കെന്തായാലും ഇത് പൊട്ടിച്ച് പോവാം. മുകളിലേക്ക് പൊട്ടിച്ച് കയറി പോവാം. അത് തന്നെ ബെറ്റർ. വേറെന്താ നമുക്ക് ഹലോ ഗായ്സ്, സംഭവം എന്താന്ന് വെച്ചാൽ ഞാനിവിടെ കൂടി ഇങ്ങനെ കയറി വരുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ഇതിപ്പം 100 ലെവലായി. ഇത് എവിടെ ഞാൻ പോയി എത്തുന്നതിന് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇങ്ങനെ പൊങ്ങി വരുമ്പം കിടക്കുന്ന ഒരു സ്പൈഡറിൻ്റെ. സ്പൈഡർ. വാവ്. അയൺ. അതും നൈസ്. ഗൺ പൗഡർ. അതും അടിപൊളി. ഗൺ പൗഡർ അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള സാധനമായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടെ. എടുത്തു വെച്ച് നമുക്കിനി പോവാം. പിന്നെ
ഇതൊക്കെ നമുക്ക് കോള് പറഞ്ഞില്ല, അപ്പോഴത്തേക്ക് പൊട്ടി നാശമായി. കോള് കാണുന്ന അത്ര എടുത്ത് വെക്കണം, കാരണം ആവശ്യമുള്ളൂ. എനിക്കൊരു ബാഗ് ഉണ്ടാക്കണം നടക്കൂല. ബാഗ് എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കണം, അല്ലെങ്കിൽ പിന്നെ ട്രാവൽ ചെയ്താൽ കിട്ടും ബാഗ്. പക്ഷെ ട്രാവൽ ചെയ്ത് കണ്ടുപിടിച്ച കയ്യല്ല, അതും പൊട്ടിയെടുത്തത്. ഉണ്ടാക്കാം, അല്ലാണ്ട് വേറെന്ത് വഴി? അതൊക്കെ പിക്കാക്സ് കാണത്ത അത്രയും കോള് വേണം, കാരണം കോള് നമുക്ക് അത്ര ആവശ്യമുള്ള സാധനം. എങ്ങോട്ടാണ് പോയെത്തുന്നത്? എനിക്ക് തിരിച്ച് താഴെ പോകാൻ കഴിയല്ലേ? എനിക്ക് മുകളിൽ പോകണ്ട. കോളുണ്ട് ഇവിടെ ഇഷ്ടം മാതിരി. അതായിരുന്നു ആ സമ്മേജിക്ക്. തീർന്നു. വെള്ളം കുടിക്കാം. അടുത്ത കപ്പ് വെള്ളം കുടിക്കും. അപ്പം സെറ്റായില്ലേ? താഴത്തേക്ക് പോകാൻ കഴിയില്ല, മുകളിലേക്ക് പോകണം. ഇനിയും പോണം എനിക്ക്. അതാ തിരത്ര ദൂരം ഉണ്ടെന്നോ തിരിയാത്ത എനിക്ക്. ഞാൻ കയറാൻ തുടങ്ങിയിട്ട് മണിക്കൂർ കുറയും, എന്നിട്ട് എത്തുന്നില്ല സംഭവം. എത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പം എൻ്റെ വീടല്ലേ, എന്തായാലും നമ്മുടെ ആ സ്ഥലം തന്നെ. ഇതാ കിടക്കുന്നു നമ്മുടെ വീട്. നമുക്ക് കുറച്ച് ഹണ്ടൊക്കെ ചെയ്യാം പോയിട്ട്. എന്തായാലും ഇവിടെ ഇറങ്ങിയതല്ല, കുറച്ച് ഹണ്ടിങ് പരിപാടിയെല്ലാം ചെയ്തിട്ട് പോവാം. അല്ല ഈ കിളിയെ കൊന്ന വല്ലതും കിട്ടുമോ? എനിക്ക് അറിഞ്ഞൂടോ. എന്ത് കിട്ടുമോ? ചിക്കനാ? ചിക്കൻ എനിക്ക് ആവശ്യമില്ല. നമുക്കിപ്പം മോനെ അവളെ നിർത്തിയോ? അല്ല പിന്നെ തന്തൂരി താഴെപ്പോയി. എൻ്റെ മുമ്പ് വശം തന്നെ ഇങ്ങനെ കേടാക്കിയിട്ട് ഛാ. നമുക്ക് ഇപ്പം സാധനമൊക്കെ സ്മെൽച്ചനൊക്കെ വെക്കാം. ആദ്യം മൈൻഡ് ചെയ്ത സാധനമൊക്കെ നമുക്ക് കൊണ്ട വെക്കട്ടെ, എന്നാലും എനിക്ക് വല്ല മനസ്സിലാവുള്ളൂ. ബ്ലോക്ക് പിന്നെ കോമിട്ട് കിട്ടുന്ന സാധനങ്ങൾ അത് തന്നെയുള്ളൂ. ഇതും പിന്നെ ഗൺ പവറും ആരോയും അത് തന്നെ. അടുത്ത ഫുഡിൻ്റെ ഐറ്റംസിൽ ഗോൾഡൻ ആപ്പിൾ മാത്രമേ ഉള്ളൂ. വെറൈറ്റി നമുക്ക് ഭാവിയിൽ ആവശ്യമുള്ളതായിട്ടൊന്നുമില്ല. ഇതും നമ്മുടെ കയ്യിലില്ല. ഇതിൽ അയണുണ്ട്, പിന്നൊന്നില്ല. നമുക്ക് ഇതാ കിടക്കും നമ്മുടെ സാധനം.
എന്നിട്ട് ഫുഡ് ഈ സാധനമൊക്കെ നമ്മുടെ കയ്യിൽ വേണ്ട സാധനങ്ങളാണ്. ഇത്രയും നമ്മുടെ കയ്യിൽ ആവശ്യമുണ്ട്. ഇതിൻ്റെ ഇത് 4 ഡയമണ്ട് കിട്ടി. ഇതിലേക്ക് എത്രയായിരുന്നു എനിക്ക് കിട്ടിയല്ലേ? ആർക്കറിയാം എത്ര കിട്ടിയെന്ന്? നമുക്ക് തന്നെ ഓർമ്മയില്ല. അയ്യോ, അയൺ ഫുൾ അയൺ ഇതാക്കരുത്. അതിൻ്റെ പകുതിൻ്റെ എനിക്ക് ആവശ്യമുണ്ട്. ഇതല്ല, ഇത് തോന്നുന്നു. അയൺ നമുക്ക് എന്തായാലും കുക്ക് ചെയ്യണ്ട ആവശ്യമുണ്ട്. ഇല്ല, എങ്ങനെയാണെങ്കിലും 3 വെച്ച് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം 12 കുക്കാട്ടെ. 33. ഇപ്പം തൽക്കാലം ബോട്ട്സ് മതി. അതാണ് നമ്മുടെ ഒരു ബെറ്റർ ചോയ്സ്. ഇത് വെച്ചിട്ട് എവിടെ പോയാ സാധനം? അയ്യോ അയ്യോ അയ്യോ, എന്താ ആവാത്തെ? ഓ ഷിറ്റ്, ഗോയകൻ ഗോൾഡായിരുന്നു നമുക്ക് ആവശ്യമുള്ള. ഇതല്ലായിരുന്നു പറഞ്ഞത് കാര്യം. നമ്മളത് സെറ്റായി. ഇനി നമുക്ക് മൈനിങ് റോബോട്ട് അതുണ്ടാക്കാൻ പിക്കാക്സ് വേണം. അയണിൻ്റെ പിക്കാക്സ്, ടോർച്ചിൻ്റെ ഓക്കെ, അയണിൻ്റെ പിക്കാക്സ്. ഇത് മാത്രമല്ല, നമുക്ക് റെഡ് സ്റ്റോൺ ടേബിള്, ഇത്ര സാധനം ആവശ്യമുണ്ട്. റെഡ് സ്റ്റോണിൻ്റെ അല്ലാണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ സാധനം? പറ്റില്ല, പറ്റാണ്ടിരിക്കേണ്ടതല്ല. നോട്ടെ, റെഡ് സ്റ്റോണിൻ്റെ ഇല്ല, റെഡ് സ്റ്റോണിൻ്റെ ടേബിള് തന്നെ വേണം. ആയിരിക്കും. അപ്പം നമ്മളവിടെ കുടുങ്ങി. 14 ഡാമേജ്. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അയണും സ്ലാബ്, സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് എന്നാ കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഇത് വേണം. ഹലോ ആശാനെ, ആശാൻ എന്താ ഇവിടെ ചെയ്യുന്നത്? അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക. ആശാൻ എന്നെ കൊല്ലാൻ നിന്ന പോലെയാണല്ലോ നിന്ന്. ഇപ്പം നമുക്ക് ചെയ്യാനുള്ള എന്താ ഇതാക്കണ്ടെന്ന് വെച്ചാൽ, ഈ എപ്പിസോഡിൽ നമ്മൾ ഡയമണ്ട്സ് വലിയ ഇതാക്കുന്നില്ല. കാരണം ഡയമണ്ട്സ് അല്ലാണ്ട് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ വലിയ ടാസ്ക് അത്. കാരണം കുറേ നേരം അല്ലാണ്ട് ഇന്നലെ തന്നു നോക്കി, അല്ലാണ്ട് ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ആ സ്ഥലം മുഴുവൻ അല്ലാണ്ട്, എന്നിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അത് പിന്നെ എനക്കൊരു മടി. നമുക്ക് നെതർ പോർട്ടൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. നെതർ പോർട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഇങ്കറ്റ് അല്ലാണ്ട് മറ്റേ ഇതുണ്ടല്ലോ, അത് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഇതാക്കണം. എന്നാൽ ഇപ്പം പറയാം, അല്ലാണ്ട് ചെയ്യാൻ വന്നതായിരുന്നു. റെഡ് സ്റ്റോണിൻ്റെ ഇത്, അതിന് അയണിങ് കറ്റ് ആവശ്യമുണ്ട്. അയണിങ് കറ്റും സ്ലാബും. അപ്പോൾ കുറച്ച് സ്ലാബ് എടുത്തിട്ട് വരണം. സ്ലാബ് എടുക്കുകയല്ല ചെയ്യണ്ടേ. നിങ്ങൾ എന്നെ തെറി പിടിക്കാൻ തുടങ്ങണ്ട, എനിക്കറിയാം ഇതാ ചെയ്യേണ്ടത്. നമുക്ക് റിസോഴ്സ് എല്ലാം ആരും കയറത്തില്ല. അപ്പോഴത്തേക്ക് ഫുഡ് തീരാറായി.
ഇനി ഫുഡ് ഞാൻ ആദ്യം പോലെ ഇനി പോയി ഉണ്ടാക്കണം. എനിക്ക് കൈയല്ലേ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ഞാൻ പിന്നെ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അത്രയും ചട്ടപ്പ് പരിപാടിയാണ്. അതുകൊണ്ടാണ് അത് ഞാൻ കാണിക്കാൻ പറ്റാത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു സാധനമുണ്ട്, അതിൻ്റെ പേരാൻ പറ്റിയ ഓറ് എന്തായിരുന്നു, ഓർ അടിച്ചോ കീഴടിച്ചോ വരേണ്ടതാണ്. പൽവേറല്ല, ബാക്ക് പാക്ക്. ഒരു ബാക്ക് പാക്ക് അങ്ങ് ഉണ്ടാക്കിയാലോ. ആവശ്യമുള്ള സാധനമാണ്. ലെതർ ആവശ്യമുള്ളൂ അല്ലേ? എൻ്റെ കയ്യിൽ അത്രയും ലെതർ ഉണ്ടായിരുന്നു, അത് ഞാൻ വെറുതെ കൊണ്ടുപോയി കളഞ്ഞ് ഈ പശുവിനെ തട്ടിയ സമയത്ത്. അയ്യോ, സമയം എത്രയായി? 8 മണിയാവുന്നല്ലേ? അരമണിക്കൂറായി നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ നല്ല വ്യൂ ആണ്. എന്നാൽ ഇതല്ല നമ്മുടെ ബേസായിട്ട് എടുക്കുന്നത്. ഞാൻ വേറൊരു ബേസ് ഉണ്ട് യൂട്യൂബിൽ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അതിന് പക്ഷേ നല്ല റിസോഴ്സ് ആവശ്യമുണ്ട്. അത് ഞാൻ അല്ലാണ്ട് സർവൈവലിൽ തന്നെ ചെയ്യണോ അതോ ക്രിയേറ്റീവ് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. കാരണം വെച്ചാൽ അതത്ര നല്ല പണിയും ഉണ്ട് ചെയ്തെടുക്കാൻ. അതാണ് എനിക്കൊരു ഡൗട്ട്, എന്നെക്കൊണ്ട് നടക്കുമോ ഇല്ലയോ എന്ന്. ആയില്ലേ? ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം, ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ. അവിടെ പോയി ടിക്ക്, അതായിട്ടുണ്ട്. എവിടെ പോയത്? നമുക്കിവിടെ തന്നെ ആക്കാം. കടിക്കോ? ഇതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് നോക്കാം ഇതെവിടെയാ ഉള്ളതെന്ന്. വയർ എലിവേറ്റർ, ഐറ്റം ഫിൽട്ടർ, ഐറ്റം ടെലിപ്പോർട്ടർ, റിമോട്ട് കൺട്രോൾ, റെഡ് സ്റ്റോണ്, റെയിൻ സെൻസർ, ബ്രീഡർ, NDT ടെലിപ്പോർട്ടർ. ഇതൊന്നുമല്ല, മോബ് ഗ്രൈൻഡർ, റെഡ് സ്റ്റോൺ അലാം. ഈ സാധനം ഒന്നല്ല. ഇതായത് ഓർ പ്യൂരിഫയർ. ഇത്രയും സാധനം ആവശ്യമുണ്ടായിരുന്നു. ബ്ലാസ്റ്റ് ഫർണസ്. ഈ ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കാൻ വലിയ പണിയില്ല. ഒരു ഫർണിച്ചർ എടുക്കണം, അത് നാം വേറെ പോയി ഉണ്ടാക്കണം. അതായിരിക്കും നല്ല, വേറെ ഉണ്ടാക്കാം. എൻ്റെ കാല് ഞാൻ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒടിച്ച് കളയും. ഇത് നിങ്ങൾക്ക് വലിയ ഇഷ്ടം തോന്നുന്നുണ്ടാവില്ല, കാരണം എൻ്റെ വീഡിയോസ് കാണാൻ കാരണം എന്ന് വെച്ചാൽ വലിയ ഇതൊന്നും ഇല്ലല്ലോ, സുഖമൊന്നും ഇല്ലല്ലോ കാണാനായിട്ട്. പിന്നെ എൻ്റെ വീഡിയോസ് അങ്ങനെ ആരും വലിയ സൃഷ്ടി കാണുന്നതില്ല, കാരണം എൻ്റെ സംസാരം ആ ഒരു രീതിയാണ്. വെറുതെ എന്ന് വെച്ചാൽ ഇതിപ്പം വേറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് കളിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും, അവർ തമ്മിൽ അടി കൂടുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ. ഇതങ്ങനെയല്ല, വൺ മാൻ ഷോ പോലെ. എൻ്റെ വരൂ സ്റ്റോൺ അത് മതി. അത് നീ അവിടെ ഇരുന്ന് സ്മെൽട്ടായിരുന്നു. യെസ്, അതായി. പിന്നെ 1 2 പിന്നെ എന്തായിരുന്നു? അയൻ്റെ സാധനമല്ലേ? അയൻ്റെ എന്തായിരുന്നു സാധനം? ട്രാപ്പ് ഡോറ്. അതുമായി. എന്നിട്ടും ആയില്ല. ഓ, അയൺ ബാക്കി. അയണില്ല. പണിയാണ്. ഇതുകൊണ്ട് മതിയാകുമോ?
ഒറ്റ ഒന്നുണ്ട് ഇത്. ഒറ്റ ഒരെണ്ണത്തിൻ്റെ പ്രശ്നം. അതും കൂടി ഇതായ പിന്നെ എനിക്ക് റിസോഴ്സ് കുറച്ച് സുഖത്തിൽ കിട്ടും. ഇപ്പോൾ ഉള്ള കോളും കാര്യങ്ങളെല്ലാം അങ്ങ് എടുക്കാം. നിങ്ങൾ കാണുന്നുണ്ട് ഇത്. ഞാനെന്താ ചെയ്യണ്ടേ? അങ്ങ് പോയി തട്ടട്ടെ. ഇവരൊക്കെ നാലുണ്ടല്ലോ, മര്യാദയ്ക്ക് ജീവിക്കാൻ വിടുമ്പം ജീവിക്കാൻ എന്നെ വിടൂല. ഇവരെയൊക്കെ കൊണ്ട് കേടാ നീയൊക്കെ. അല്ല എന്നെ വെറുതെ എന്നെ അടിക്കാൻ വന്നേക്ക്. ഞാൻ വേറെ മിണ്ടായിരിക്കും ചെറുത്. ഒരുത്തനും കൂടെ ഉണ്ട്. ഓട്ടായിരുന്നു. ഇവർക്ക് ബാക്ക് നട്ട് അമ്മേ. ആ ഉറുമ്പ് ഇത് എൻ്റെ നിന്നെ നാലുണ്ടല്ലോ. നിന്നെ നീ കാരണം എനിക്ക് പട്ടി കിട്ടിയ, ഇല്ലെങ്കിൽ അതെന്നെ തൊടൂലായിരുന്നു. നിന്നെ ആദ്യം കൊല്ലണം. ഓ അമ്പോ. ഇല്ല, പോയി പണിയോ. ഞാൻ പോകുന്നില്ല അടിക്കാനും. ഞങ്ങൾക്ക് ഏജ് പോയി ചാവാനും. സോറി പ്യൂരിഫയർ അതും ഓക്കെ. നമുക്കത് സെറ്റായി. അപ്പം അതിന് മര്യാദയ്ക്ക് വർക്കാവണമെങ്കിൽ ഇതും വേറൊന്നിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. എനിക്കിപ്പം അയൺ വേണം. റെഡ് സ്റ്റോൺ ആവശ്യമുണ്ട്. റെഡ് സ്റ്റോൺ ആവശ്യമുണ്ട്. ഇതിൻ്റെ അടിയിൽ റെഡ് സ്റ്റോൺ ആവശ്യമുണ്ട്. റെഡ് സ്റ്റോൺ യെസ് ഇവിടെ ഉണ്ട്. ഒറ്റ റെഡ് സ്റ്റോൺ. അവിടെ പോയി ഓടും. നമുക്കത് ഇങ്ങോട്ടേക്ക് വെക്കാം. അത് വർക്കാകത്ത ഇനി ഇങ്ങത്തെ വർക്കാവുള്ളൂന്നാണോ? ഇത് വെച്ച് നോക്കാം. ആടാ ഇങ്കറ്റ് മാത്രമേ വർക്കാവുള്ളൂ. പറഞ്ഞ പോലെ ഇതിന് കോൾ ആവശ്യമുണ്ടോ? ഓർമ്മയില്ല കോൾ ആവശ്യമുണ്ടോ ഇല്ലയോന്ന്. എന്തായാലും ഒരു ചെസ്റ്റ് ആവശ്യമുണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്. ഒരു ചെസ്റ്റ് ആവശ്യമുണ്ട്. നമുക്ക് എന്നിട്ട് ഇതല്ല, ഇതിപ്പോൾ ഇടണ്ട. എടുപ്പ് ഇത് ഇനിയും സ്റ്റോക്ക് ഉണ്ട് പറഞ്ഞാൽ. എന്തേ വർക്കാവാത്ത? ഇങ്ങനൊന്നല്ലേ വർക്കാവുന്ന. ഇനി ഡോണ്ട് ടെൽ മീ ആ സ്ലാഡറും കൂടെ വേണമെന്ന്. ഇതിൻ്റെ ഒരു സാധനമുണ്ട്. ഞാൻ ഇപ്പം പശുവിനെ അവിടെ പോയി തപ്പാനാ എനക്ക്. ഞാനിപ്പോൾ ആ ഒരൊറ്റ സാധനം മാത്രം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നെടുക്കുന്നു. നടക്കൂല.
കാരണം ഇല്ലാണ്ട് നമ്മളെ കൊണ്ട് താങ്ങൂല്ലോ സാധനം. എവിടെ പോയി ആ പണ്ടാര സാധനം അടുത്ത്? ഇനി ഇതിൻ്റെ പ്രശ്നമായിരിക്കുക. എന്നിട്ട് ഓക്കെ ആവുന്നില്ലല്ലോ. ഇത് വേറെന്തോ പ്രശ്നം. ഇതാവുന്നല്ലോ. ഞാനൊന്ന് യൂട്യൂബ് നോക്കിയിട്ട് വരുന്നു. സ്റ്റിക്കി പതിപ്പാണ്. അതിനാൽ നമ്മൾ ഇത് സജീവമാക്കിയാൽ അത് തിരികെ കൊണ്ടുവരും. നിങ്ങൾക്ക് ഇവിടെ വളരെ വ്യക്തമായി കാണാൻ കഴിയും. But yeah, brand new super piston. Next we have a flying machine. When placed, the flying machine draws a particle box around itself. All blocks inside will be moved when it moves. Move the machine into a direction. Its corresponding face needs to be powered by redstone. You can increase the size of cod or salmon or puffer fish. Go ahead and place a chest in water if you wanted to. Place this on top. What this is going to do, if you have buckets above it, it's then going to recognize if there's water there. I think it has to update though, and then what's going to happen is it's going to automatically refill these. So if we go ahead and crouch and place this here, it's going to take the water buckets or the buckets and fill them up. I'm trying to think how I could do this automatically. As you can see, it's taken it. Now this is going to be the exact same for a lava bucket as well. So you're going to need coal. You're also going to need a ton of rails. Place this facing the direction that you want. It doesn't matter. We'll place this in the wrong direction here on purpose, so we can then tap on this, then change the direction. What you then want to do is the next machine is going to be the ore refiner. How does it work? Pulls smelted ores from a chest placed above it and turns them into higher quantity of less valuable ores or lower quantity of more valuable. So for example, you can use coal, lapis, redstone, copper, iron, gold, emerald, diamond, and scrap. And what you need to do is see what's on the back. So what would happen here is if I put these inside of here, it would then convert all of the lapis into coal pieces, which it did. So let's say I wanted to get diamonds on the back, and I wanted to use these materials to convert them. So we'll put these inside of there. They will convert it, but you're not going to get a lot because, of course, iron. അതിൽ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെന്താണ് ഇതിൽ സംഭവം? നമുക്ക് തിരിച്ചു വെച്ച് നോക്കാം. അതവിടെ ഇതാണ് ഞാൻ ഈ അഡ്വാൻസ് മോഡ് കളിക്കുന്ന സമയത്ത് ക്രിയേറ്റീവ് ഇല്ലാണ്ട് കളിച്ചാലുള്ള പ്രശ്നം. കാരണം ഇല്ലാണ്ട് കളിക്കാൻ പറ്റൂല. പണി എവിടെ നിന്നാ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇതേപോലെ എനിക്കിപ്പം കിട്ടുന്നുണ്ട്. ഇതെന്ത് വരാന്ത്? അതിൻ്റെ റെഡ് സ്റ്റോൺ എടുത്ത് കളഞ്ഞ കൂട്ടും. റെഡ് സ്റ്റോൺ ആർക്കറിയാം അതെന്ത് വരാന്തെന്ന്. ഞാൻ ക്രിയേറ്റീവ് ഓഫാണ്. എൻ്റെ മെഷീൻ നന്നാക്കാൻ എനിക്ക് ക്രിയേറ്റീവ് എടുക്കാണ്ട് യാതൊരു വഴിയുമില്ല. അങ്ങനെയാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ലാപ്പിസ് ലസോലി എനിക്കൊന്ന് കോപ്പർ നടക്കൂല തോന്നുന്നു. അത് സംഭവം ചാൻസ് കൂടുതൽ. കോപ്പർ നടക്കാത്തത്
കോപ്പർ കിടക്കാത്തത് 18. ഇതാണ്. അപ്പം നമുക്കിത് റിഫൈനർ ഓക്കെ ആയിരിക്കും. നമുക്കിനി കോളാണ് ഇങ്ങനെ കിട്ടേണ്ട മെയിനായിട്ട് ഇപ്പം തൽക്കാലത്തേക്ക്. അതിനുശേഷം പിന്നെ നമുക്ക് ഇഷ്ടം പോലെ നമുക്കിതാക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? നമുക്കിതും വെച്ചിട്ട് ഈ ആവശ്യമില്ലാത്ത സാധനം ചപ്പും ചവറും ഒക്കെ കൊണ്ടേ കളയാം. ചപ്പും ചവറും കൊണ്ട് മടുത്ത്. എന്നെ എങ്ങനെ ഇവൻ ഇങ്ങനെ അടിക്കുന്നേ? നാലടിക്കുന്നൊന്നും കൊള്ളൊന്നുമില്ലേ? ശിവാട്ടാ, ഇത് വേണ്ട, ഇത് വേണ്ട, ഇതും ആവശ്യമില്ല, ഇതും ആവശ്യമില്ല, ഇതും ആവശ്യമില്ല. ആവശ്യമില്ല എന്ന് പറഞ്ഞല്ല, ഭാവിയിൽ ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പം എന്തായാലും വേണം. പിന്നെ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? പോടാ. നമുക്കെന്തായാലും ഇപ്പം ഇതെല്ലാം എടുത്ത് വെക്കാം. നമുക്ക് മരത്തിൻ്റെ ഇത് നമ്മൾ ആവശ്യമില്ലാത്ത വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിടുന്ന സ്ഥലം. ഇത് വേസ്റ്റ് അല്ല, എന്നുവെച്ചാൽ ക്രാഫ്റ്റ് ചെയ്തിട്ട് ബാക്കി വരുന്നുണ്ടല്ലോ അത്. ഇപ്പം 13 എണ്ണത്തിൽ എനിക്ക് ഇത്ര എണ്ണത്തെ മറ്റേ ബോട്ടാക്കണം. ഇപ്പം തൽക്കാലം 6 അല്ല, എന്താ പറഞ്ഞത്? എന്താണ് ഇടയ്ക്കിടയ്ക്ക് ബഗ്ഗും കാര്യം പിടിക്കുന്നത് ആർക്കറിയാം. മൈനിങ് ബോട്ട് 7 എണ്ണം ഉണ്ട്. അതിൽ എൻ്റെ അയണ്ട ടൂളും കൂടിയല്ലേ പോയത്. എന്താ ചെയ്യ? വേറെ നമുക്ക് ഓറായിട്ട് എന്താ ഉള്ളത്? ലാപ്പിസ് ഉണ്ട്. എന്നാൽ ഇതെനിക്ക് മനസ്സിലാവാത്ത, ഇതെന്താ അങ്ങനെ വർക്കാവാത്തതെന്ന്. അതിനൊക്കെ ആവശ്യമുള്ള സാധനം ഇവിടെ ഇല്ലാത്തൊന്നും കോളില്ലേ? ഇതങ്ങനെ കയറുക. അപ്പം അത് നമ്മളൊന്ന് സെറ്റാക്കി. ഇപ്പം അടുത്തത് എന്തോ സെറ്റാക്കണ്ടേന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ബോട്ട്, ലൈറ്റിൻ്റെ ഒരു ബോട്ട്, പിന്നെ ഒരു കത്തിൻ്റെ ഒരു ബോട്ട്. ഇത് മതി. കാരണം ഇവർ രണ്ടുപേരും നമുക്ക് അടിക്കുമ്പോൾ കൂടെ ഉണ്ടാവും. ഇനി ഇതിലെല്ലാത്തിലും പ്രശ്നം എന്തോന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നിലവിൽ കോള് വലിയ പ്രശ്നമല്ല. തോന്നിട്ടോട്ടെ എന്താ അവസ്ഥ. യെസ്, വർക്കാവുന്നുണ്ട്. അപ്പം നമുക്ക് ഇതായിരുന്നു വേണ്ട, ഇങ്കറ്റായിരുന്നു വേണ്ട അല്ലേ? ഷോ, ഞാൻ അറിഞ്ഞിട്ടില്ല അത്. എന്നാ പിന്നെ ഞാൻ പറയണ്ടേ? അപ്പം നമുക്ക് കോളും അത്യാവശ്യം ഇപ്പം കിട്ടും. അപ്പം അടുത്ത നമുക്ക് നോക്കാനുള്ള ടെലിപ്പോർട്ടിൻ്റെ, ടെലിപ്പോർട്ട് ഇതല്ല, ബേ പോയിന്റ്. ബേ പോയിന്റ് ഒന്നും അൺലോക്ക് ആയിട്ടില്ല. ബേ പോയിന്റ് സാധനമൊക്കെ ഏത് കാലത്ത് അൺലോക്ക് ആവുമോ? കാരണം ബേ പോയിന്റ് എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ
കുറച്ച് സുഖമായിരുന്നു. ഇവിടെ നാം കൊണ്ടങ്ങ് വെച്ചാൽ പോരെ. എത്ര കിട്ടിയേ? 12. വാവ്, അത് കൊള്ളാം. അത് പൊളി, അത് പൊളി, അത് പൊളി, അത് പൊളി. ഇതില് എനക്കിപ്പം 1 മതി തൽക്കാലം. പിന്നെ ബാക്കി നമുക്കിതാക്കാം. ഒരു കത്തി. കാരണം ബാക്കി എന്താ ചെയ്യാന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും തിരിച്ചിതാവും. അവിടെ പോയി ആ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ലാവയൊക്കെ വരുന്ന സമയത്ത് കുടുങ്ങിപ്പോവും മനുഷ്യൻ. ഇത് നമുക്ക് കോള് കൊടുക്കാം. ആണ് ആവശ്യമില്ല എന്തായാലും. കോളോടെ 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 കോളിന് ധാരാളം കിട്ടും. ഇരുപത് വെക്കുമ്പം എത്ര കിട്ടും? 1 2 സ്റ്റാക്ക് കോള്. വാവ്, അതുപോലെ തന്നെ, അതുപോലെ തന്നെ, അതുപോലെ തന്നെ. അപ്പം നമുക്കിനി പോവാം. അപ്പം ഇനി നമുക്ക് പ്രശ്നമില്ല എന്തായാലും. ഇതവിടെ പോയി ശവലും കിട്ടും. ടോർച്ചുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയിട്ട് വരണോ അതോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകണം? എന്തായാലും കഴിയട്ടെ. എന്നാൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതാവാം. ഓക്കെ, ഹലോ ഗായ്സ്. അപ്പം നമുക്ക് അത്ര ഒരു 2 സ്റ്റാക്കിൽ നിന്ന് 3, 6, 9, 10, 10.5 സ്റ്റാക്കോളം നമുക്ക് കോള് കിട്ടി. നിങ്ങൾ കേൾക്കുന്നുണ്ട് ഇത്രയും സമയം എങ്ങനെ എടുത്തതെന്ന്. ഏനൊക്കെ പറഞ്ഞോളൂ. ഇതിങ്ങനെ സ്മെൽട്ടായി വരാൻ എത്ര സമയം എടുത്തു? നമുക്കിനി താഴത്തേക്ക് പോകാം. താഴത്തേക്ക് പോയിട്ട് ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി തന്നെ പോകാം. പക്ഷെ ഇറങ്ങിപ്പോയാലും പിന്നെയും തിരിച്ചു വരണ്ടേ. അപ്പോൾ നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട്. ഇവിടെ നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് ഇതുണ്ട്. അമ്പോ, ഇവനിപ്പോൾ എന്നെ തല്ലി എന്തിനാ? ഞാനിവനെ കടിച്ചിട്ട് ഇവരൊക്കെ ഇങ്ങനെ അടിക്കണ്ട. അവന്മാർ അടുത്ത് നിന്ന് കളിക്കരുത്. ഓടിക്കണം. പോവോ ഇതുമ്പോ കൈ ബാക്കിയുള്ള സാധനമൊക്കെ പോട്ടെ. പുല്ല്
ഇതിവിടെ ഇരിക്കട്ടെ, ഇത് ഇവിടെ ഇരിക്കട്ടെ, തൽക്കാലം ഇത് ഇരിക്കട്ടെ. ബാക്കി ഇതവിടെ പോട്ടെ. ബാക്കി നമുക്ക് പിന്നെ പോയിട്ട് പോകാം. നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഒഴിച്ചു പോവാം. നമുക്കൊരു സാധനത്തെ ആക്റ്റീവ് ചെയ്തുകൊണ്ട് പോവാം. $50 hearts. Follow. Call. മാറുമോ? എൻ്റെ പുറകെ വന്നാൽ മതി. വരുന്നുണ്ടോ ആശാനെ? ആശാൻ എത്തുമ്പോഴത്തേക്ക് മണിക്കൂർ 2 എടുക്കുമല്ലോ ആശാനെ. വെക്കടേ. ആശാനോട് ഇവിടെ വെക്കാൻ പറഞ്ഞിട്ടില്ല. ആശാനെ ജോലി ചെയ്യാൻ അറിഞ്ഞൂടാ. നമ്മളിനി ഒരു -50 എത്തിയിട്ട് കാണാം. അപ്പോൾ ഒരു 2 മിനിറ്റ്. ഹലോ ഗായ്സ്, നമുക്ക് ഇവിടെ ചെറിയൊരു ബുൾഷിറ്റ് നീ ഇങ്ങോട്ട് വാ. നീ അനങ്ങരുത്, ഒച്ച വെക്കരുത്. ഗായ്സ്, ഇത് ഏത് സ്ഥലം? അല്ല ഗൈസ്, നമ്മളെന്താണ് കാണുന്നത്? ഇത് നമ്മുടെ കണ്ണുകൾ സത്യമാണോ കാണുന്നത്? ഞാനിവിടെ എൻസിറ്റ് ഇത്ര അടുത്താന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ദാ കിടക്കുന്നു മണ്ണാങ്കട്ടയും കോപ്പൊക്കെ. ഞാൻ പോന്നാ മതി താഴത്തേക്ക്. ഞാൻ -ഒരു 50-55 പോന്ന. എത്ര അതിൻ്റെ ബോർഡർ ലിമിറ്റ് നോക്കാം ആദ്യം, എന്നിട്ട് ബാക്കി നമുക്ക് ആലോചിക്കാം. 60. അപ്പം നമുക്കൊരു 53 വെക്കാം. 53 വെക്കാം. 53 വെച്ചല്ല, 54 വെക്കാം. ഇനി നമുക്ക് അങ്ങോട്ട് എന്നാലും ജസ്റ്റ് മിസ്സർക്ക് ചവിട്ട് കിട്ടിയനെ വാടൻ്റെ കയ്യിൽ നിന്ന്. വെക്കടാ ടോർച്ചട. നമുക്കിവിടെ മിഷൻസിനെ വെക്കാം. വാർഡൻ്റെ സ്പോണ്ടറെല്ലാം പൊട്ടിക്കിണക്കുന്നാണ്. അപ്പം കുറച്ച് ചാവല് ഞാൻ ചാവണോ സമം. കാരണം വാർഡൻ്റെ സ്പോണ്ടറെല്ലാം കണ്ടുപിടിക്കാൻ അത്രയ്ക്ക് ഈസി അല്ല. ഒന്ന് 2 3 4 5 6 7. നമുക്കിവിടെ ഒരു ഫൈറ്റിംഗ് റോബോട്ടും കൂടി ഉണ്ട്. ഫ്രീ റോം ഇപ്പം കറൻറ്റ് മോഡ് ഫോളോയിങ് അല്ലേ? യെസ്, അപ്പോൾ ഫോളോയിങ് തന്നെ.
നമുക്കിനി ഇതുങ്ങൾക്ക് തീറ്റ കൊടുക്കണം. അപ്പം തീറ്റ കൊടുത്ത് നമുക്കങ്ങ് പോവാം. ഇതാണ് ഇതുങ്ങളുടെ തീറ്റ. സാലറി, പണിക്കാരുടെ സാലറി ഇങ്ങനെ കൊടുക്കൽ. അവിടെ നിൽക്കി എല്ലാവരും ഒരുമിച്ച് സ്റ്റാർട്ടായാൽ മതി. പണിക്കാരുടെ പണിയെടുക്കാൻ തുടങ്ങിക്കോ. ഡാം 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 അല്ലെങ്കിൽ സ്റ്റാർട്ട് വയ്ക്കുക. കണ്ടില്ലേ ഡയമണ്ട് ഒക്കെ നല്ല സിമ്പിൾ. കട ഓ ഷിറ്റ്. മയില് ഇവിടെ ലാവ ഉണ്ടായിരുന്നു. നമുക്ക് ഈ സ്ഥലം സേഫ് അല്ല. നമുക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് നമ്മുടെ ഒരു ബുദ്ധി. ഇവിടെ നിന്ന് നമുക്ക് പോവാം. അത് തന്നെയാണ് നമ്മുടെ ഒരു ബുദ്ധി. അല്ലെങ്കിൽ ചിലപ്പോൾ ചവിട്ടൊക്കെ അപ്പം ഗൈസ് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് നിർത്താം. ഏകദേശം സംഭവം എന്താ വെച്ചാൽ ഫുള്ള് വാർഡൻ്റെ സ്ഥലം ഇതായിരുന്നു. വാർഡൻ്റെ സ്ഥലം കഴിഞ്ഞിട്ട് ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കണം. ആ സ്ഥലത്ത് പോയിട്ട് ഞാനിത് വെച്ചിട്ട് പണിഞ്ഞിട്ട് ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഈ കണ്ണ് ഇതുവരെയായിട്ടും മാറ്റിയിട്ടില്ല, അതിന് ക്ഷമ ചോദിക്കുന്നത്. കണ്ണിങ്ങനെ അടിച്ചടിച്ച് പോകും.